സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സോഷ്യോളജി എക്സാം ബേസ്ഡ് ചാപ്റ്റർ 18 മേജർ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ചസ് സാമൂഹ്യ മാറ്റത്തിൻ്റെ പ്രധാന പ്രക്രിയകൾ. അപ്പം നമ്മൾ സാമൂഹ്യ മാറ്റങ്ങൾ നമ്മൾ ചില ചാപ്റ്ററിലൂടെയൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും 6-7 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് 2 ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സാമൂഹ്യ മാറ്റത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു ഷോർട്ടസ്റ്റ് ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ പറ്റൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് സാമൂഹ്യ മാറ്റത്തിൻ്റെ സവിശേഷതകൾ? അപ്പോൾ 1 by 1 ആയിട്ടാണ് ടീച്ചർ പറയുന്നത്. ഒന്ന്, സാമൂഹ്യ മാറ്റം സർവ്വലൗകികമാണ്. അപ്പോൾ സാമൂഹ്യ മാറ്റം സോഷ്യൽ ചേഞ്ച് ആസ് എ യൂണിവേഴ്സൽ. സാമൂഹ്യമാറ്റം സർവ്വലൗകികമാണ് അല്ലേ. അപ്പോൾ ലോകത്തെല്ലായിടത്തും സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയ എന്നത് ഏതിൻ്റെ സവിശേഷതയാണ്? സാമൂഹ്യമാറ്റത്തിൻ്റെ സവിശേഷതയാണ്. 2, സാമൂഹ്യമാറ്റം സംഭവിക്കുന്നത് എല്ലായിടത്തും ഒരുപോലെയല്ല. രണ്ടാമത്തെ ഫീച്ചേഴ്സ് പറയുന്നത് സാമൂഹ്യമാറ്റം സംഭവിക്കുന്നു. ഇപ്പം നമുക്കറിയാം ഓരോ സമൂഹത്തിലും വ്യത്യസ്തമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തെല്ലായിടത്തും ഒരുപോലെയല്ല സാമൂഹ്യമാറ്റം സംഭവിക്കുന്നത്. 3 പറയുന്നത് സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നത് പല തലത്തിലാണ്, അഥവാ ഘട്ടം ഘട്ടമായിട്ടാണ്. ഇപ്പം നമ്മുടെ പുരാതന സമൂഹമല്ല ഇപ്പോൾ, പിന്നെ മധ്യകാലഘട്ടത്തിൽ നിന്ന് മാറി ആധുനിക കാലഘട്ടത്തിലേക്ക് സമൂഹം പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് എന്ത് നടപ്പാക്കപ്പെടുന്നത്? നമ്മുടെ സാമൂഹ്യ മാറ്റം നടപ്പാക്കപ്പെടുന്നത്. ലാസ്റ്റ് 1, സാമൂഹ്യ മാറ്റത്തിൻ്റെ മൂല്യം ന്യൂട്രലാണ്, അഥവാ ന്യൂട്രലായിട്ട് ഇങ്ങനെ പോകുന്നു അല്ലേ. വലിയ ദ്രുതഗതിയിലുള്ള ഒരു മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ ഒട്ടും പിറകിലല്ലാത്ത രീതിയിലുള്ള ഒരു സാമൂഹ്യ മാറ്റമാണ് ലോകത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ സാമൂഹ്യ മാറ്റത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞത് സാമൂഹ്യ മാറ്റം സർവ്വലൗകികമാണ് അല്ലേ. 2 പറഞ്ഞത് സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നത് എല്ലായിടത്തും ഒരുപോലെയല്ല. 3, സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നത് പല തലത്തിലാണ്. 4 പറഞ്ഞത് സാമൂഹ്യ മാറ്റത്തിൻ്റെ മൂല്യം ന്യൂട്രലാണ്. അപ്പോൾ ഇത്രയും 4 സവിശേഷതകളാണ് ഇതിനുള്ളത്, സാമൂഹ്യ മാറ്റത്തിനുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി ചേർത്തൊരു ഷോർട്ട് എസ്സേ പോലെയും ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് എഴുതാൻ സാധിക്കും. ഇനി ഈ നമ്മുടെ ചാപ്റ്ററിൽ ഒരു എസ്സേ ക്വസ്റ്റ്യനും ലാസ്റ്റ് ക്വസ്റ്റ്യനുമാണ് എക്സ്പ്ലെയിൻ ദി തിയറി ഓഫ് എ സോഷ്യൽ ചേഞ്ച്. അപ്പം മക്കളെ നിങ്ങൾ ആ പോയിന്റുകൾ പഠിച്ചു വെക്കുക കേട്ടോ, ഒന്ന് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്? തിയറി ഓഫ് എ സോഷ്യൽ ചേഞ്ചാണ്. സാമൂഹ്യ മാറ്റത്തിൻ്റെ സിദ്ധാന്തങ്ങൾ വിവരിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യന്. അപ്പോൾ അതിൽ ഫസ്റ്റ് 1, പരിണാമാത്മകമായ സമീപനം അഥവാ ഇവല്യൂഷണറി അപ്രോച്ച് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സാമൂഹ്യ മാറ്റത്തിൻ്റെ സിദ്ധാന്തമാണ് ഇത് പേരറിയപ്പെട്ടത് ഇവല്യൂഷണറി അപ്രോച്ച് അഥവാ പരിണാമപരമായ സമീപനം. സമൂഹത്തിലെ മാറ്റത്തിൻ്റെ ദിശയും വർദ്ധിച്ചു വരുന്ന സങ്കീർണതയോ സംഘടനാപരമായ വേർതിരിവുകളുമാണ് പരിണാമ സിദ്ധാന്തങ്ങളുടെ പ്രധാന തത്വങ്ങൾ. അപ്പം മാറ്റം വരിക അഥവാ നമുക്കറിയാം നമ്മൾ മനുഷ്യർ പൂർവികരായിട്ട് ഒരുപാട് മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ ഘട്ടം ഘട്ടത്തിലൂടെ മാറിയാണ് ഇന്ന് കാണുന്ന ആധുനിക മനുഷ്യനായ ഹോമോ സാപ്പിയൻസിൻ്റെ പരിണാമം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അങ്ങനെ ഓരോ സമൂഹവും കൂടുതൽ സങ്കീർണമായ ഘട്ടങ്ങളുടെ പൂർണ്ണതയിലേക്ക് പുരോഗമിക്കുന്നുവെന്ന് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് മക്കളെ? സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവ് അഗസ്റ്റസ് കോന്തെ അല്ലേ. അപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നു. അപ്പോൾ അഗസ്റ്റസ് കോന്തെയുടെ അഭിപ്രായത്തിൽ ഓരോ സമൂഹം കൂടുതൽ സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ പൂർണ്ണതയിലേക്ക് പുരോഗമിക്കുന്നു എന്നാണ് ആര് സിദ്ധാന്തിച്ചത്? അഗസ്റ്റസ് കോന്തെ സിദ്ധാന്തിച്ചത് അല്ലേ. അതുകൊണ്ട് തന്നെ 3 വ്യക്തമായ ഘട്ടങ്ങളിലൂടെയാണ് പരിണാമം സംഭവിക്കുന്നത്. അത് 2ാമത്തെ ഘട്ടമാണ് നിർവഹണാത്മകമായ സമീപനം അല്ലേ, ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച്. അപ്പോൾ സാമൂഹ്യ പ്രതിഭാസങ്ങൾക്ക് മറ്റു സാമൂഹ്യ പ്രതിഭാസങ്ങളുമായുള്ള പ്രതിപ്രവർത്തനവും പരസ്പരാശ്രയത്വവും വിശദീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നിർവഹണക്ഷമതാവാദം എന്ന് പറയുന്നത് കേട്ടോ. ഈ സിദ്ധാന്തത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാവ് ആരാണ്? ടാൽകോട്ട് പാഴ്സണൽസ് ആണ്. അപ്പോൾ ഈ സിദ്ധാന്തം അഥവാ ക്ഷമതാപരമായ അല്ലെങ്കിൽ ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച് എന്ന സിദ്ധാന്തത്തിൻ്റെ പിതാവായിരുന്നു അല്ലെങ്കിൽ ഉപജ്ഞാതാവായിരുന്നു ടാൽകോട്ട് പാഴ്സണൽസ്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തപ്രകാരം സന്തുലിത മാതൃകയിൽ സമൂഹത്തിൻ്റെ ഒരു ഭാഗത്തെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ മറ്റു ഭാഗങ്ങൾ ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ടായിരിക്കണം. അപ്രകാരം സാധ്യമാകുന്നില്ലെങ്കിൽ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ തകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സമൂഹം നിലനിൽക്കുന്നതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ പെട്ടെന്ന്
സംഭവിക്കുമ്പോൾ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്ന ഒരു സിദ്ധാന്തമാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? നിർവഹണ ക്ഷമതാപരമായ സിദ്ധാന്തം അല്ലെങ്കിൽ ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച് എന്നറിയപ്പെട്ടത് അല്ലേ. ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെട്ടത് ആരായിരുന്നു? ടാൽകോട്ട് പാഴ്സണൽസ് ആയിരുന്നു. ഓക്കെ മക്കളെ, അപ്പം തേർഡ് അപ്രോച്ചാണ് നമ്മൾ പറയുന്നത് കോൺഫ്ലിക്റ്റ് തിയറി അഥവാ സംഘടനാവാദം. സംഘടനാവാദികളുടെ അഭിപ്രായത്തിൽ സമൂഹത്തിൽ ഗണം മറ്റൊരു ഗണത്തിനെതിരെ, ഗണം എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞത് കൂട്ടം എന്നാണ് അർത്ഥം അല്ലേ, ഗണത്തിനെതിരെ എപ്പോഴും പോരാടുന്നുണ്ട്. ഈ സംഘടനത്തിൽ നിന്നാണ് അനിവാര്യവും എന്നാൽ മാതൃകാപരവുമായ പരിവർത്തനം ഉണ്ടാകുന്നത്. സംഘടനാവാദികളെ പ്രമുഖൻ കാൾ മാർക്സ് ആയിരുന്നു. അപ്പം നമുക്ക് കാൾ മാർക്സിനെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. നമുക്കിതിൽ വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാൾ മാർക്സിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ടീച്ചർ ഒന്നുകൂടെ വൈഡായിട്ട് പറഞ്ഞുതരാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 2 വർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘടനകളിൽ നിന്നുമാണ് സാമൂഹിക മാറ്റം ഉണ്ടാകുന്നത്. ആ വർഗ്ഗങ്ങൾ, അപ്പോൾ കാൾ മാർക്സിൻ്റെ സിദ്ധാന്ത പ്രകാരം ലോകത്തെ 2 വർഗ്ഗമാണുള്ളത്. ഏതൊക്കെ? 1 തൊഴിലാളികളും 2 മുതലാളി വർഗവും കേട്ടോ. അപ്പോൾ ഈ 2 വർഗവും തമ്മിലുള്ള സംഘട്ടനത്തിൽ നിന്നാണ് സമൂഹത്തിൽ സമൂഹത്തിൽ പരിണാമം സംഭവിക്കുന്നത് അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന സിദ്ധാന്തമാണ് ആര് മുന്നോട്ട് വെച്ചത്? കാൾ മാർക്സ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ കാൾ മാർക്സിൻ്റെ തിയറിയാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? കോൺഫ്ലിക്റ്റ് തിയറി എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇനി ലാസ്റ്റ് സിദ്ധാന്തമാണ് നമ്മുടെ ചാക്രിക സിദ്ധാന്തം, അതാ സൈക്ലിക്കൽ തിയറി എന്നറിയപ്പെട്ടത് കേട്ടോ. അപ്പോൾ ചാക്രിക സൈദ്ധാന്തികർ മാറ്റത്തെ കാണുന്നത് ഒരു വലിയ ചക്രം അഥവാ വൃത്തമായിട്ടാണ്. പരിവർത്തനത്തിൽ ദീർഘകാല പ്രവണതകളൊന്നും അവർ കാണുന്നില്ല. അതിനു പകരം അവർ കാണുന്നത് സമൂഹം വളർച്ചയുടെയോ തകർച്ചയുടെയും ഇടയിലുള്ള ഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നു എന്നതാണ്. അപ്പോൾ ഈ ചാക്രിക സിദ്ധാന്തം അല്ലെങ്കിൽ സൈക്ലിക്കൽ തിയറി പ്രകാരം സമൂഹം തകർച്ചയിലൂടെയും ഉയർച്ചയിലൂടെയും കടന്നു പോകുമ്പോൾ മാത്രമാണ് സമൂഹത്തിൽ പരിണാമം അല്ലെങ്കിൽ മാറ്റം സംഭവിക്കുന്നത് എന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അതിൽ ക്വസ്റ്റ്യൻ കൂടുതലായിട്ടൊന്നും പറയാല്ല, എങ്കിലും ടീച്ചർ അവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത് പറയാണ്. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാമൂഹ്യ മാറ്റത്തിന് 4 ഘടകങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനൊന്നും കൂടി പറയാണ്. സാമൂഹ്യ മാറ്റം എല്ലാ സമൂഹങ്ങളിലും സംഭവിക്കുന്നു. സാമൂഹ്യ മാറ്റം ഒരു സമുദായ മാറ്റമാണ്. 3 പറയുന്നത് സാമൂഹ്യ മാറ്റത്തിൻ്റെ വേഗത എല്ലായിടത്തും ഒരുപോലെയല്ല. സാമൂഹ്യ മാറ്റം സംഭവിക്കുന്ന ഒരു നിയമം പോലെയാണ്. സാമൂഹ്യ മാറ്റം മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധ്യമല്ല അല്ലേ. അങ്ങനെ ഒന്നിനു പിറകായിട്ട് സാമൂഹ്യ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അതോടുകൂടി നമുക്ക് സാമൂഹ്യ മാറ്റത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് 5 മാർക്കിന് വേണ്ട ക്വസ്റ്റ്യനാണ് ഏത്? സാമൂഹ്യ മാറ്റത്തിൻ്റെ തിയറികൾ കേട്ടോ. അപ്പോൾ 4 തിയറികളാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ എവല്യൂഷണറി തിയറി, സെക്കൻഡ് വൺ ആൻഡ് ദ ഫങ്ഷണലിസ്റ്റ് തിയറി, തേർഡ് വൺ കോൺഫ്ലിക്റ്റ് തിയറി ആൻഡ് ലാസ്റ്റ് വൺ സൈക്ലിക്കൽ തിയറി. ഓക്കെ മക്കളെ, ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിലെടുക്കാം എക്സാം ബേസ്ഡ് ആയിട്ട് എടുക്കാനുള്ള ചാപ്റ്റർ ഉള്ളത് 20ാമത്തെ ചാപ്റ്ററാണ് സോഷ്യൽ കൺട്രോൾ അഥവാ സാമൂഹ്യ നിയന്ത്രണം കേട്ടോ. സോഷ്യലിസ്റ്റ് ആസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് 19ാമത്തെ ചാപ്റ്ററാണുള്ളത്. അപ്പോൾ അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമ്മുടെ ഓരോ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റിൻ്റെയും ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്ത എല്ലാ കുട്ടികൾക്കും എല്ലാ സബ്ജക്റ്റിൻ്റെയും എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ പ്ലേലിസ്റ്റിലും അതോടൊപ്പം ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്ലേലിസ്റ്റ് കയറിയിട്ട് കാണാൻ നോക്കുക. അപ്പോൾ ഓക്കെ, താങ്ക്സ്.